യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ലെൻ ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നോമ്പ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിനെ കുറിച്ച് ധ്യാനിക്കുന്ന കാലമാണ്. ക്രോസ് ഈസ് an outcome of our violent and homicidal mentality. കുരിശ് മനുഷ്യൻ്റെ അക്രമവാസനകളുടെയും ഹിംസാത്മകമായ താല്പര്യങ്ങളുടെയും അനന്തര ഫലമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രസ്താവന കയ്യഫാവിൻ്റെതായിട്ട് നമ്മൾ കേൾക്കുന്നു. ജനം മുഴുവൻ നശിക്കാതിരിക്കേണ്ടതിന് ഒരുവൻ മരിക്കുന്നത് നല്ലത്. കർത്താവായ യേശുക്രിസ്തു ലാസറിനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവന്നതിൻ്റെ ഫലമായി ജനങ്ങൾ യേശുവിനെ വിശ്വസിക്കുവാനും അവനെ പിൻപറ്റുവാനും തുടങ്ങി. ഇത് അന്നത്തെ യഹൂദ മതവിശ്വാസങ്ങൾക്കും പ്രത്യേകിച്ച് യെരുശലേം ദേവാലയത്തിൻ്റെ സംവിധാനങ്ങൾക്കും എതിരായി, അതിന് തടസ്സമായി, അതിന് ഭീഷണിയായി കണ്ട കയ്യഫാവിൻ്റെ നേതൃത്വത്തിലുള്ള സന്നദ്രീം സംഘം യേശു കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ നേരിടണം, അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് കൂടിയാലോചിക്കുന്നു. ഇതൊരു സംഘം ചേരലാണ്. ഈ ഒരു സംഘം ചേരൽ ഗൂഢാലോചനയുടെ സംഘം ചേരലാണ്. ഈ ഗൂഢാലോചനയിലാണ് കയ്യഫാവിൻ്റെ ഹൊമിസൈഡൽ മെൻറ്റാലിറ്റി, കൊല്ലുവാനുള്ള, ഉന്മൂലനം ചെയ്യുവാനുള്ള, ഇല്ലാതാക്കുവാനുള്ള മാനസികാവസ്ഥ വെളിപ്പെടുന്നത്. കയ്യഫാവ് 2 ഓപ്ഷനാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയോടും പ്രവർത്തനങ്ങളോടും ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്നുകിൽ യേശുവിനെ കൊല്ലുക, അതല്ലെങ്കിൽ നമ്മളെല്ലാം മരിക്കുക. ഈ 2 ഓപ്ഷനുകളും, ഈ 2 ചോയ്സും കയ്യഫാവിൻ്റെതായിട്ടുള്ള ചോയ്സാണ്. അതായത് ഭൂരിപക്ഷത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി, ഭൂരിപക്ഷത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി ന്യൂനപക്ഷം ഇല്ലാതാവുക. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക്, ഒരു കില്ലർ മെൻറ്റാലിറ്റിയിലേക്ക്, മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്ന മനസാക്ഷിയിലേക്ക്, മനോഭാവത്തിലേക്ക് കയ്യഫാവ് ഉൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുന്നത്? ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ രീതികൾ, സമ്പ്രദായങ്ങൾ, ശൈലികൾ, സമീപനങ്ങൾ അവരുടേതിനോട് യോജിച്ചു പോയില്ല. അവരുടേതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനമാണ്, വ്യത്യസ്തമായ ഒരു രീതിയാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ സ്വീകരിച്ചത്. തങ്ങളോടൊപ്പം ഇല്ലാതിരിക്കുന്ന, തങ്ങളുടെ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന യേശു കർത്താവിനെയും യേശു കർത്താവിൻ്റെ ശുശ്രൂഷകളെയും ഇല്ലായ്മ ചെയ്യുവാൻ കയ്യഫാവ് ഉൾപ്പെടെയുള്ള സംഘം ശക്തമായി ചിന്തിക്കുന്നു. നമ്മളിന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങളിലുമൊക്കെ അറിയാതെ നമ്മുടെ വെറുപ്പുകൾ ശത്രുതയിലേക്കും, ശത്രുത മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്ന മനോഭാവങ്ങളിലേക്കും, അത്തരത്തിലുള്ള സംഘം ചേരലിലേക്കും അവസാനിക്കുന്നത്, അധപ്പതിക്കുന്നത് അത്യന്തം വിഷമകരമാണ്, അത്യന്തം ആശങ്കാജനകമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് യഹോവയായ ദൈവം, പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ആശ്ലേഷത്തിൻ്റെയും ഇടമാക്കി രൂപാന്തരപ്പെടുന്നത്. ലെൻറ്റ് ഈസ് എ ടൈം ഫോർ അസ് ടു എംബ്രേസ് ഡിഫറൻസ്. നോമ്പ് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് വ്യത്യസ്തതകളെ ആശ്ലേഷിക്കുവാനുള്ള, പുൽകുവാനുള്ള ഒരു ഇടമാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അക്രമവാസനയുടെ അടയാളമായ കുരിശിനെ ദൈവം സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും ഇടമാക്കി, സംഭവമാക്കി രൂപാന്തരപ്പെടുത്തുന്നു. മനുഷ്യൻ അവസാനിപ്പിക്കുന്ന ഇടത്തു നിന്ന് ദൈവം തൻ്റെ ജീവൻ്റെ പ്രക്രിയ തുടരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ നോമ്പ് കാലങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യത്യസ്തതകളിലേക്കും വൈവിധ്യങ്ങളിലേക്കും സഞ്ചരിക്കുകയും അവരെ ആശ്ലേഷിക്കുകയും അവരെ സഹിഷ്ണുതയോടുകൂടെ സമീപിക്കുകയും
ആ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ സന്നദ്ധമാവുകയും ചെയ്യുന്ന ഇടത്താണ് നോമ്പുകൾ അർത്ഥവത്തായി തീരുന്നത്. അത്തരത്തിൽ നമ്മുടെ ഈ കാലത്തെ നോമ്പനുഷ്ഠാനം വ്യത്യസ്തതകളുടെ അംഗീകരണവും ആശ്ലേഷവുമായി തീരട്ടെ. അതിന് ദൈവം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളിലുള്ള ഹിംസാത്മകമായ അക്രമ സ്വഭാവങ്ങളെ അവിടുന്ന് അകറ്റണമേ. മറ്റുള്ളവരോട് സ്നേഹത്തിലും അനുകമ്പയിലും ദയയിലും ഇടപെടുവാൻ ഞങ്ങളെ ഈ നാളുകളിൽ സഹായിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശ് ഞങ്ങളിലെ വെറുപ്പുകളെയും വിദ്വേഷങ്ങളെയും ഇല്ലാതാക്കി ഞങ്ങളെയൊക്കെ സ്നേഹത്തിൻ്റെ ചാലകങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുവാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും നമ്മെല്ലാവരോടും കൂടെ എപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ.